കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ വന്ദനം. വീണ്ടും നാം മിനിസ്ട്രിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാം പഠനം തുടരുകയാണ്. കഴിഞ്ഞ 22ഓളം ക്ലാസ്സുകൾ പ്രായോഗിക ശുശ്രൂഷയിൽ അറിഞ്ഞിരിക്കേണ്ട, സുവിശേഷീകരണത്തിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിരന്തരമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം അല്പനേരം ചിന്തിക്കുന്നത് ദൈവം നൽകിയ താലന്ത് എങ്ങനെ തിരിച്ചറിയാം, അവ എങ്ങനെ വിനിയോഗിക്കാം. ദൈവം നൽകിയ താലന്തുകൾ എങ്ങനെ തിരിച്ചറിയാം, അവ എങ്ങനെ ഉപയോഗിക്കാം. മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, Gospel of Matthew chapter 25 verses from 14 to 30. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവന് പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലയോ എന്നെ ഏൽപ്പിച്ചവൻ, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്നും. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനും, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്നവനോട്. 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്ന് യജമാനെ, 2 താലന്തല്ലയോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്ന് യജമാനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു, ഭയപ്പെട്ടു, ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്നും. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞു, ദുഷ്ടനും മടിയനും ആയ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പി, അങ്ങനെ ഉള്ളവനെ അവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം സ്വയം ശപിക്കുകയോ സ്വയം വെറുക്കുകയോ ഒക്കെ ചില സന്ദർഭങ്ങളിൽ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം നാം നമ്മെ മനസ്സിലാക്കാതെ പോകുന്നു, നമ്മിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നാം പലപ്പോഴും വിഷണ്ണ മനസ്സോടെ, ദുഃഖത്തോടെ ആയിരിക്കുന്നത്. നമ്മുടെ നോട്ടം ക്രിസ്തുവിലൂടെ നമ്മെ കാണാൻ കഴിയാതെ വരികയും മറ്റുള്ള സമപ്രായക്കാരായ ആളുകളെ നാം കണ്ടുകൊണ്ട് അവരിലൂടെ നമ്മളെ കാണുകയും ചെയ്യുന്നതാണ് ഈ വലിയ പ്രയാസത്തിന്റെ കാരണം എന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ രത്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ എന്തെല്ലാം വിലയേറിയതും കൊണ്ടാണ് ഇത് കറങ്ങുന്നത്, പക്ഷെ ഭൂമി അത് അറിയുന്നില്ല. ഇതുപോലെ
ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ദൈവം ഒന്നല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആദിവാസികളായ ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ എത്ര ദൂരത്തിൽ അവരുടെ കണ്ണു വെച്ചാലും അമ്പെയ്താൽ ഒട്ടുമിക്ക അസ്ത്രവും ലക്ഷ്യസ്ഥാനത്ത് എത്താറുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിൽ അമ്പ് തന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. എത്രയോ അതിവിദഗ്ധമായ രീതിയിൽ ഒരു അക്ഷരവും അറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത എത്രയോ ആളുകൾ ഭയങ്കരമായ കഴിവുള്ളവരുണ്ട്. ഓസ്കർ അവാർഡൊന്നും കിട്ടിയില്ലെങ്കിലും എത്രയോ ഗ്രാമവാസികളായ കുഞ്ഞുങ്ങൾ, മുതിർന്നവർ അതിമനോഹരമായി പാടുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ പല ആളുകളും അവരുടെ കഴിവുകളുമായി രംഗത്ത് വരുവാനുള്ള അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ, പ്രോത്സാഹനങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ, അതിനുള്ള സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടോ ഒക്കെയാണ്. ഇവിടെ നാം കാണുന്നത് ഒരു യജമാനൻ 3 ആളുകളെ വിളിച്ച് തൻ്റെ സ്വത്ത് മൊത്തത്തിൽ നമ്മൾ കാണുന്നത് 8 എണ്ണമാണ്. അപ്പൊ 8 താലന്ത് ഡിവൈഡ് ചെയ്ത് ഒരാൾക്ക് 5 കൊടുക്കുന്നു, ഒരാൾക്ക് 2 കൊടുക്കുന്നു, ഒരാൾക്ക് 1 കൊടുക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു 15-ാം വാക്യത്തിന്റെ ഒടുവിൽ കാണുന്ന ഒരു ഭാഗം ഇതാണ്: അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര ചെയ്തു. അത് വരയിടം. അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര ചെയ്തു. സൗരങ്ങളെ, നമുക്ക് പലതും വെട്ടിപ്പിടിക്കുവാനും പെട്ടെന്ന് കിട്ടാനും നേടിയെടുക്കാനും ആവേശമുള്ളവരാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ 3 മടാവല ഉണ്ടായിരുന്നു. അതായത് തോട്ടിൽ മഴക്കാലം വരുമ്പോൾ വെച്ച് മീൻ പിടിക്കുന്നതിന് മടാവല. പിന്നെ ഒരു വീശുവലയും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വീട്ടിൽ ആരുമില്ലാത്ത സമയം ഞങ്ങളുടെ പട്ടി കിടന്നുറങ്ങുക. എൻ്റെ മനസ്സിലൊരാഗ്രഹം, വീശുവല വെച്ച് പട്ടിയെ ഒന്ന് വീശണം. അപ്പോൾ വീശേണ്ടത് എവിടെയാണ്? പുഴയിലാണ്. അപ്പൊ എനിക്ക് അന്ന് തോന്നി ഒന്ന് വീശണമെന്ന്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീശുന്നത്. സഹോദരങ്ങളെ, എങ്ങനെയോ വല വിരിഞ്ഞു, പട്ടി വലയ്ക്കകത്തായി. ഞാൻ വലിച്ചു. ഇതിന്റെ കാലും കൈയെല്ലാം കൂടെ ചരടിനകത്ത് കുരുങ്ങി. പട്ടി അതിനകത്ത് മരണവെപ്രാളപ്പെട്ട് കുരുങ്ങും തോറും ഞാൻ പേടികൊണ്ട് ഇത് വലിക്കുക. പക്ഷേ പട്ടിയും വലഞ്ഞു, ഞാനും വലഞ്ഞു. ഒരു പരുവത്തിൽ അതിനെ വലിച്ചെടുക്കാൻ പാടുപെട്ടു. കടി കൊള്ളാതെ രക്ഷപ്പെട്ടു. പക്ഷെ വല മൊത്തം കീറിപ്പോയി. ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്ക് വീശാനുള്ള താലന്തില്ല. അപ്പോൾ വീശാൻ അറിയാത്ത ഞാൻ വീശിക്കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? അകപ്പെട്ടവനും വലഞ്ഞു, വീശിയവനും വലഞ്ഞു. നമുക്ക് പലപ്പോഴും തോന്നും, അതെന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ മനോഹരമായി ഞാൻ ചെയ്തേനെ. അങ്ങനെ പല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ പല ആഗ്രഹങ്ങളും ദൈവം നടത്തി തരുന്നില്ല. ദുഃഖിക്കരുത്. എന്താ കാര്യം എന്നറിയാമോ? നീ പരാജയപ്പെടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് തമ്പുരാൻ അറിയാമെങ്കിൽ ആ വിഷയം ചിലപ്പോൾ ദൈവം മറുപടി തരാൻ മൗനമായി. എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പഠിച്ച് PhD വരെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എന്നെ കുറിച്ച് ഒരു സാമാന്യ വിദ്യാഭ്യാസം നൽകി 2 ബൈബിൾ സ്കൂളിലെ സാധാരണ പഠനവും കഴിഞ്ഞ് ദൈവം എന്നെ അയച്ചത് മുഴുവൻ അൺറീച്ച്ഡ് പ്ലേസിലാണ്. എനിക്ക് പലപ്പോഴും ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന തിയോളജിക്കൽ സെമിനാരിൽ പഠിക്കുവാൻ വേണ്ടി ഞാൻ 3ാമത്തെ ബൈബിൾ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി അവിടെ ഞാൻ പോകാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ കാലത്ത് എന്തും പ്രാർത്ഥിച്ചേ പോകാറുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട്, എന്നേക്ക് 30 വർഷത്തിന് മുമ്പുള്ള സ്റ്റോറിയാ പറയുന്നത് കേട്ടോ. ദൈവാത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. അവിടെ പഠിക്കുവാനല്ല എൻ്റെ പദ്ധതി, ആ പ്രസ്ഥാനത്തിലൂടെ അനേകരെ ട്രെയിൻ ചെയ്യാനാണ് എൻ്റെ പദ്ധതി. അന്ന് യുവസുവിശേഷകനായ എൻ്റെ തലയ്ക്കകത്ത് അതൊന്നും പിടുത്തം കിട്ടി. കാരണം പഠിക്കാത്ത ഞാനിങ്ങനെ അവിടെ പഠിപ്പിക്കാൻ, ആ സ്ഥാപനത്തിലൂടെ എങ്ങനെയാ ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്? അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ല.
പക്ഷേ എൻ്റെ മനസ്സിനകത്ത് വെപ്രാളം കയറി ഞാൻ പോയി. പുനലൂർ വന്നപ്പോഴും ദൈവാത്മാവ് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പദ്ധതിയില്ല. ഇപ്പൊ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളും ദൈവനിയോഗവും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ ഭയങ്കര ഫൈറ്റിങ് നടക്കാറുണ്ട്. സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ സെമിനാരി ചെന്നു. പ്രൈസ് ഗോഡ്. ഡോക്ടർ ബീവർഗീസ് സാറ്, ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. സാറിനെ കണ്ടു, വളരെ സന്തോഷമായി. അപ്പോൾ സാറ് ആ കാലത്ത് MD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ. സാറിന് വളരെ സന്തോഷം. MD കഴിഞ്ഞിട്ട് വന്ന സമയം. അപ്പൊ എനിക്ക് പേപ്പർ തന്നു. പക്ഷേ ഫോം ഫില്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഭയമായി. പാർക്കിൻസ് പോലെ കൈ വിറക്കി. ഞാൻ സാറിനോട് പോലും ഒന്നും പറയാതെ ഞാനിപ്പോഴും എൻ്റെ പ്രാഗൽഭ്യം പോയി, മനസ്സിന് വേദനയായി. കാരണം കർത്താവ് എന്നോട് ആ സമയത്ത് പറഞ്ഞു, നീ 6 മാസത്തോളം എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. 6 മാസത്തോളം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. അത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൈവശബ്ദം കേൾപ്പിച്ചു, ഗുജറാത്തിലേക്ക് പോകാം. അപ്പൊ ഞാന് അനേക ഗ്രാമങ്ങളിൽ കൃപയാൽ സുവിശേഷീകരണം നടത്താൻ കർത്താവ് എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഉറഞ്ഞുകൂടി കിടന്ന കാര്യം ഇതാണ്, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ഇഷ്ടം സാധിപ്പിച്ചില്ല, എൻ്റെ ഇഷ്ടം സാധിപ്പിച്ചില്ല, എൻ്റെ ഇഷ്ടം അതൊരു ഭയങ്കര, എന്തുകൊണ്ട് എനിക്ക് ഉയർന്ന പഠനങ്ങളിലേക്ക് എന്നെ നയിച്ചില്ല. അപ്പം എനിക്ക് ഒരു DR ഒക്കെ എടുക്കണമെന്നൊക്കെ കുഞ്ഞു കൊതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധിപ്പിച്ചില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നിപ്പോൾ തിയോളജിക്കൽ സെമിനാരിയുമായിട്ടുള്ള ബന്ധത്തിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി അവിടെയുള്ള 99% പ്രൊഫസേഴ്സും PhD-കാരായ ആളുകളുമായിട്ടുള്ള പങ്കാളിത്തത്തിലാണ് അത് ഓൺലൈൻ സെമിനാരി ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ 30 years കഴിഞ്ഞപ്പോൾ ദൈവം ആഗ്രഹിച്ചത് നടന്നു, ഞാൻ ആഗ്രഹിച്ചത് നടന്നു. ഒരു പക്ഷേ ഞാൻ ആ നിലയിൽ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ പോയിരുന്നെങ്കിൽ ഏതെങ്കിലും പഠിച്ച് പഠനങ്ങളെല്ലാം കഴിഞ്ഞ് MD ഒക്കെ എടുത്ത് PhD ഒക്കെ എടുത്ത് ഞാൻ ഏതെങ്കിലുമൊക്കെ ബൈബിൾ സെമിനാരി അങ്ങനെ ഒരു അധ്യാപകനായിട്ടോ അല്ലെങ്കിൽ ആ നിലയിൽ ഒക്കെ പോകുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകാനും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് കർത്താവിൻ്റെ വചനം പ്രൊഫഷണലായ ആളുകൾക്ക് പഠിച്ച് വേലയിൽ പങ്കാളിത്തം വഹിപ്പാനോ ഒരു പദ്ധതി ഒരിക്കലും ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പോൾ നാം പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വിഷയത്തിൽ നിരാശപ്പെടരുത്. അത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായി പഠിപ്പിച്ചെടുത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങളുടെ മേലുള്ള പകർന്നിരിക്കുന്ന കഴിവുകൾ എന്താണ്, താലന്തുകൾ എന്താണ്, ഇത് നിങ്ങൾ തിരിച്ചറിയണം. നോക്കുക, 1 കിട്ടിയ ആള്, എൻ്റെ കാഴ്ചപ്പാട് പറയുകയാണ്, നല്ല അറിവുള്ള മനുഷ്യനാണ്. പക്ഷേ 5 കിട്ടിയ ആളും 2 കിട്ടിയ ആളും യജമാനനെ അറിയാം, യജമാനന്റെ കഴിവൊന്നും അറിയത്തില്ല. അവരാരും യജമാനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്നില്ല. കിട്ടിയത് കൊണ്ട് അന്നേരം ഒരാളെ വിളിച്ചിട്ട് 5 കൊടുത്തു, അടുത്ത ആളിനെ വിളിച്ചിട്ട് 2 കൊടുത്തു, ഒരാളിനെ വിളിച്ചിട്ട് 1 കൊടുത്തു. എന്തുകൊണ്ടാണ് താലന്തുകൾ കൂടുതൽ കുറവായിട്ട് ദൈവം കൊടുത്തത്? 3 പേരും മനുഷ്യരല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്? അതാണ് അതിൻ്റെ ഉത്തരം 15ാം വാക്യത്തിനൊടുവിൽ കാണുന്നത്, അവൻ അവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. അപ്പൊ എന്റെയും നിങ്ങളുടെ യജമാനായിരിക്കുന്ന തമ്പുരാന് എന്ത് ഭരമേൽപ്പിച്ചാൽ, എങ്ങനെ എവിടെ ആക്കിയാൽ ഞാൻ നിങ്ങൾ പ്രയോജനപ്പെടുമെന്ന് ദൈവത്തിന് അറിയാം. എന്നോടൊപ്പം മിഷണറി പ്രവർത്തനത്തിൽ എന്നോടൊപ്പം വയലിൽ ഞാൻ കൊണ്ടുപോയി പരിശീലനം കൊടുത്ത ആളുകൾ സൂപ്രണ്ടായിട്ടുള്ളവരുണ്ട്. ഇന്ന് മഹാരാഷ്ട്രയിൽ സൂപ്രണ്ടായിരിക്കുന്ന ചാക്കോ തോമസ് എൻ്റെ ശിഷ്യനാണ്. ചർച്ച് ഓഫ് ഗോഡിലെ കൽക്കട്ട റീജിയന്റെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഓവർസിയർ പാസ്റ്റർ ബെന്നി ജോൺ ഗുജറാത്തിൽ ഭുജിൽ എന്നോടൊപ്പം
സുവിശേഷീകരണത്തിൽ പങ്കാളിത്തം വഹിച്ച് അല്പം പരിശീലനം കിട്ടിയതാണ്. ധാരാളം വേലക്കാർ. അപ്പോൾ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്കല്ല ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചത്. ദൈവം കണ്ടവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക, അവരെ വാർത്തെടുക്കുക. എൻ്റെ ആത്മീയ ഗുരുവിൻ്റെയും ദർശനം അതായിരുന്നു. എന്നെയും ഒരു പരിധി വരെ അദ്ദേഹം അങ്ങനെയാണ് പരിശീലിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഈ ക്ലാസ്സുകളിൽ ലൈവായി അറ്റൻഡ് ചെയ്യുകയും യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ താഴ്മയോടെ ഓർപ്പിക്കാം, മറ്റൊരാളെ കണ്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ സ്വയം ശപിക്കരുത്, സ്വയം വെറുക്കരുത് എന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന പല താലന്തുകൾ, അത് സാവകാശം മാത്രമേ നമുക്ക് മനസ്സിലാക്കിയുള്ളൂ. എനിക്ക് 3.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ കൊണ്ട് 1 പൈസയ്ക്ക് ഒരു പാട്ട്, അന്ന് 2 പൈസ ഉണ്ട്, 3 പൈസ ഉണ്ട്, 5 പൈസ ഉണ്ട്, ഓർമ്മയുണ്ടല്ലോ, പ്രായമുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചില്ലിപ്പൈസ തന്ന് പാട്ട് പാടിക്കുന്ന ശീലമുണ്ടായിരുന്നു. എൻ്റെ പിതാവ് നല്ലപോലെ പാടുമായിരുന്നു, അമ്മച്ചിയും പാടും. പക്ഷെ ആ ഒരു താലന്ത് ട്രഡീഷണൽ ആയിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കർത്താവ് തന്ന താലന്ത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്നെ ദൈവം ആശ്വസിപ്പിച്ചിട്ടുള്ളത് വചനം നൽകിയാണ് ആശ്വസിപ്പിക്കുന്നത്. ആ വചനം നൽകി എന്നെ ഒറ്റപ്പെട്ട മിഷൻ ഫീൽഡുകളിലൊക്കെ ആശ്വസിപ്പിച്ചിട്ടുള്ളത് വചനം നൽകിയാണ്. ആ വചനം എൻ്റെ ഉള്ളിലേക്ക് ദൈവം തന്നു കഴിയുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര തണുപ്പാണ്, അത് ഭയങ്കര ആശ്വാസമാണ്, എനിക്കതൊരു ബലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വേദപുസ്തകം 2 കൊണ്ട് അതിൽ ഒട്ടുമിക്ക പേജുകളും കണ്ണുനീരിൽ കുതിർന്ന പേജുകളാണ്. ദൈവിക ഇടപെടൽ നടക്കുമ്പോൾ ഞാൻ ആ വാക്യത്തിൻ്റെ മേൽ കമന്നു കിടന്ന് ഒത്തിരി കരയാറുണ്ട്. സ്തോത്രം. ഇപ്പോഴും ഇന്ന് ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. സ്തോത്രം. ശരീരത്തിന് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്. പഴയതുപോലെ ഇപ്പോൾ ഫാസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അതെനിക്ക് ഒരു വലിയ സങ്കടമായിപ്പോൾ. കാരണം ഒരു ഭക്തന്റെ ബലം ഉപവാസവും പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെയാണെന്നാണ് ഞാൻ എൻ്റെ പിന്നിട്ട സംവത്സരങ്ങളിലെ മിഷണറി ജീവിത വിജയത്തിന്റെ രഹസ്യമായി ഞാൻ കർത്താവിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ അങ്ങോട്ട് ഉപവസിക്കാൻ അങ്ങോട്ട് ചൊവ്വേ പറ്റുന്നില്ല. സ്തോത്രം. നിങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ദൈവം ഇടപെടുകയും ആ വചനങ്ങൾ നൽകി ബലപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അത് ധ്യാനിച്ച് ലയിച്ചിരിക്കുമ്പോൾ, ആത്മാവിൽ നിറയുമ്പോൾ മറ്റൊരനുഭവമായി എനിക്ക് മാറാറുണ്ട്. എന്താണ് നമ്മുടെ ചിന്താവിഷയം? നാം ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങളുടെ താലന്തുകൾ എന്താണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയണം, അവയെ നിങ്ങൾ എങ്ങനെ വ്യാപാരം ചെയ്യണം എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ തിരുവചനം ഇങ്ങനെ ഉള്ളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ കുവൈറ്റിൽ വെച്ചാണ്, അവിടെയുള്ള ഒരു ചർച്ചിൽ വേദപുസ്തക വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വിഷയം 14 ദിവസം ക്ലാസ് എടുത്തു. അപ്പൊ ആ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഒരു ജോൺ ബ്രദർ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട, അദ്ദേഹം UK അരുൺ എന്ന് പറയും, ആ പ്രിയപ്പെട്ടവന്റെ ഭവനത്തിൽ ഇങ്ങനെ പാർക്കുമ്പോൾ ദൈവത്തിനെ കുറെ നേരം കണ്ണുനീരോട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒത്തിരി ഭാരങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവിനോട് പല കാര്യങ്ങൾ ദൈവസ്ഥാനത്തിൽ ഇടപെടാനിടയായി. അർഹതയുള്ളത് ഒന്നും നിനക്ക് മുടക്കാതെ ഞാൻ നിന്നെ അറിഞ്ഞു നടത്തുന്ന ദൈവമല്ലേ. സ്തോത്രം. തിന്മകളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അത് നന്മയ്ക്കായിട്ടല്ലയോ ഞാനെ തീർച്ചിട്ടുള്ളത്? ഞാനല്ലയോ നിന്നെ മെനഞ്ഞത്? എന്തിനാ നിനക്ക് ഉത്കണ്ഠ? എൻ്റെ ശ്വാസമല്ലയോ നിന്റെ ജീവൻ? ഞാനല്ലയോ നിന്നെ വീണ്ടെടുത്തത്? ഇങ്ങനെ ദൈവിക ഇടപെടൽ നടക്കുകയാണ്. എൻ്റെ സാന്നിധ്യമല്ലയോ നിന്റെ വഴി? എൻ്റെ വചനമല്ലയോ നിന്റെ വെളിച്ചം? എൻ്റെ കണ്ണുപോലെ നിന്നെ ആര് കാണുന്നത്? എൻ്റെ കൈ താങ്ങുന്ന പോലെ ആര് നിന്നെ താങ്ങുന്നു? ദൈവം ഇടപെടുകയാണ്. അപ്പോൾ മനസ്സിലേക്ക് എന്നെ സമർപ്പിപ്പാനിടയായി. കർത്താവേ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റണേ. എൻ്റെ ആയുസ്സിന്റെ
എല്ലാ ദിവസവും അങ്ങയുടെ വഴിയിൽ തന്നെ ആയിരിക്കാൻ എന്നെ സഹായിക്കണേ. എനിക്ക് നിന്നിലുള്ള സമ്പന്നത മതി. ഈ ലോകം എനിക്ക് ചവറന്ന് എണ്ണിയാൽ മതി. ഇങ്ങനെ ഞാൻ നെടുവീർപ്പെട്ട് എൻ്റെ ആത്മാവ് ദൈവം തന്ന വചനത്തിൽ ഇങ്ങനെ ഭയങ്കരമായ ആ സാന്നിധ്യം ഞാനിങ്ങനെ അനുഭവിക്കുമ്പോൾ വലിയ ആത്മനിറവിലേക്ക് ദൈവാത്മാവിനെ നയിപ്പാനിടയായി. ആ ആത്മനിറവിലേക്ക് നയിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ആ വചനവും കരുതലും എല്ലാം അത് ഗാനമായി മാറി. സ്തോത്രം. അത് പാട്ടായി മാറി. ആ പാട്ട് ഇങ്ങനെയാണ്: അർഹതയുള്ളതൊന്നും മുടങ്ങിടാതെ അറിഞ്ഞു നടത്തുന്നു എൻ്റെ ദൈവം. തിന്മകൾ ജീവിതത്തിൽ വന്നിടുമ്പോ നന്മയ്ക്കായി നാഥൻ എന്നെ ഒരുക്കിടുന്നു. തിന്മകൾ ജീവിതത്തിൽ വന്നിടുമ്പോ നന്മയ്ക്കായി നാഥൻ എന്നെ ഒരുക്കിടുന്നു. തിരുക്കരത്താൽ എന്നെ മെനഞ്ഞുവെങ്കിൽ ഉത്കണ്ഠ എന്തിനെന്റെ പ്രാണനാഥ. തിരുക്കരത്താൽ എന്നെ മെനഞ്ഞുവെങ്കിൽ ഉത്കണ്ഠ എന്തിനെന്റെ പ്രാണനാഥ. നിൻ ശ്വാസമല്ലയോ എൻ്റെ പ്രാണൻ, നീ അല്ലയോ എന്നെ വീണ്ടെടുത്തോ. നിൻ ശ്വാസമല്ലയോ എൻ്റെ പ്രാണൻ, നീ അല്ലയോ എന്നെ വീണ്ടെടുത്തോ. നിൻ സാന്നിധ്യം എൻ്റെ വഴികളല്ലോ, നിൻ വചനം എൻ്റെ വെളിച്ചമല്ലോ. നിൻ സാന്നിധ്യം എൻ്റെ വഴികളല്ലോ, നിൻ വചനം എൻ്റെ വെളിച്ചമല്ലോ. നിൻ കൺകൾ പോലാര് കണ്ടിടുന്നു, നിൻ കൈകൾ പോലാര് താങ്ങിടുന്നു. നിൻ കൺകൾ പോലാര് കണ്ടിടുന്നു, നിൻ കൈകൾ പോലാര് താങ്ങിടുന്നു. നാഥാ നിൻ തിരുഹിതം നിറവേറ്റണേ. ആയുസ്സിൻ ദിനങ്ങളെല്ലാം നിൻ വഴിയിൽ. നാഥാ നിൻ തിരുഹിതം നിറവേറ്റണേ. ആയുസ്സിൻ ദിനങ്ങളെല്ലാം നിൻ വഴിയിൽ. നിന്നിൽ ഞാൻ സമ്പന്നൻ ആയിടുവാൻ, ഈ ലോകം ചവറെന്ന് എണ്ണിടുവാൻ. നിന്നിൽ ഞാൻ സമ്പന്നൻ ആയിടുവാൻ, ഈ ലോകം ചവറെന്ന് എണ്ണിടുവാൻ. അർഹതയുള്ളതൊന്നും മുടങ്ങിടാതെ അറിഞ്ഞു നടത്തുന്നു എൻ്റെ ദൈവം. തിന്മകൾ ജീവിതത്തിൽ വന്നിടുമ്പോൾ നന്മയ്ക്കായി നാഥൻ എന്നെ ഒരുക്കിടുന്നു. തിന്മകൾ ജീവിതത്തിൽ വന്നിടുമ്പോൾ നന്മയ്ക്കായി നാഥൻ എന്നെ ഒരുക്കിടുന്നു. സൗഹൃദങ്ങളെ, ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ആത്മീയ ഗാനങ്ങൾ ഉരുവാകുന്നത്. ഒരു പാട്ട് ഉണ്ടാക്കാൻ വേണ്ടി പല പാട്ടുകളിൽ നിന്ന് വരികൾ വെട്ടിമുറിച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടലല്ല ആത്മീയ ഗീതങ്ങൾ. ദൈവം തൻ്റെ ജനത്തോട് സംസാരിപ്പാൻ പ്രവാചകന്മാരെ അയക്കുമ്പോൾ തന്നെ ആത്മാവിൽ നിറഞ്ഞവരായി ദൈവാത്മാവ് പദ്യരാഗത്തിലൂടെ മോശയിലൂടെ
മറിയിലൂടെ, എലിസബത്തിലൂടെ, മിരിയാമിലൂടെ, ഒക്കെ അങ്ങനെ ഹന്നായിലൂടെ ഒക്കെ ഗാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം വർദ്ധിക്കുമ്പോൾ ദൈവം ഗാനങ്ങളിലൂടെ ഇടപെടാറുണ്ട്. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്നതും ശക്തീകരിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും ആത്മീയ ഗാനങ്ങളാണ് ഒരു പരിധിവരെ. സ്തോത്രം. 600-ലധികം 620-ലധികം ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ മിക്ക ഗാനങ്ങളും തിരുവചനത്തിന്റെ മിക്കതും വാക്യങ്ങളിലൂടെയാണ് ആ വരികൾക്ക് കർത്താവ് ഈണം നൽകി എഴുതിയിട്ടുള്ളതും. ആ ഗാനങ്ങൾ ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായി തീർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ മേലുള്ള താലന്തുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ താലന്ത് തിരിച്ചറിഞ്ഞാല് ഉള്ള ഗുണം എന്താണ്? സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ, ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ഇച്ഛിക്കുന്ന അളവിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ താലന്ത് തിരിച്ചറിയുക. സ്തോത്രം. ഒരു താലന്ത് ലഭിച്ചവന്റെ പ്രത്യേകത എന്തായിരുന്നു? അവനെ ഇച്ചിരി അറിവുള്ള ആളായിരുന്നു. ആരെക്കുറിച്ച്? യജമാനിയെ കുറിച്ച്. എന്തായിരുന്നു തൻ്റെ സ്റ്റേറ്റ്മെന്റ്? അദ്ദേഹം ഒരു നല്ല അസൈൻമെന്റ് തയ്യാറാക്കി യജമാനിയെ കുറിച്ച് മനസ്സിൽ കരുതി സൂക്ഷിച്ചു വെച്ചിരുന്നു. 24-ാം വാക്യത്തിൽ ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു. റെസ്പെക്ട് ചെയ്താണ് പറഞ്ഞത്. പക്ഷേ ആ വാക്കൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിലിരിപ്പാണ് പുറത്തു വന്നത്. എന്താണ്? നീ പണിയെടുക്കാത്ത ആളാ, നീ പണിയെടുക്കുന്നില്ല, നീ കൽപ്പിക്കുന്നേ ഉള്ളൂ. എന്താണ്? വിതയ്ക്കാത്തിടത്തു നിന്ന് നിനക്ക് കൊയ്യാൻ കഴിയുന്ന ആളാണ്. പിന്നെ വിതറാത്തിടത്തു നിന്ന് നിനക്ക് ശേഖരിപ്പാനും കഴിയുന്ന കഠിന മനുഷ്യനാണ്. മനസ്സിലായി? അപ്പൊ കൂടുതൽ അറിവുള്ള ആളിന് താലന്ത് കുറച്ചേ കൊടുത്തുള്ളൂ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ലോകത്തിന്റെ ജ്ഞാനി എവിടെ? താർക്കികൻ എവിടെ? ഈ ലോകത്തിന് ഞാൻ എന്ത് ചെയ്യും? ഭോഷത്വമാക്കിയല്ലോ. നിങ്ങൾ എടുത്തവർക്ക് വായിക്കാം. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ ആരംഭത്തിൽ കാണുന്ന ഒരു ഭാഗമാണ്. 1-ാമത്തെ അധ്യായം അതിന്റെ 19-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഓക്കെ, സംഭടിക്കാൻ കഴിയും. എന്താ എഴുതിയിരിക്കുന്നത്? First Corinthians chapter 1 verse 19. Yeah. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി നിർബലമാക്കുകയും ചെയ്യും. അടുത്തത് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? 20-ാം വാക്യം. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ശാസ്ത്രി ഈ ലോകത്തിന് ഞാൻ എന്ത് ചെയ്യും? ഭോഷത്വമാക്കിയല്ലോ. മനസ്സിലായല്ലോ? ഈ ലോകത്തിന് ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി. അപ്പോൾ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനോ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. നിങ്ങൾ പലരും പാടിയിട്ടുണ്ടാവും, പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമെഴുതി. ലാസർ വി മാത്യു എന്ന പ്രഭാഷകൻ, അനുഗ്രഹിക്കപ്പെട്ട ആ പ്രഭാഷകന്റെ മാതാവ്, എൻ്റെ അറിവ് ശരിയെങ്കിൽ 2-ാം ക്ലാസ്സുകാരിയായ അമ്മച്ചിയാണ്. സ്തോത്രം. മക്കൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ആഹാരം കൊടുക്കാൻ ഇല്ല, പട്ടിണിയായിരുന്നു. അന്നത്തെ കാലത്ത് ഉറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിലാണ് ആഹാരമൊക്കെ പാചകം ചെയ്ത് വെക്കുന്നത്. അപ്പൊ വന്ന് ഉറിയൊക്കെ തപ്പി നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഒന്നുമില്ല. വിശന്ന് സങ്കടപ്പെട്ട് വന്നപ്പോൾ, ഇതെന്റെ വാക്കുകളല്ല, ലാസർ ബി മാത്യു പാസ്റ്റർ പറഞ്ഞ വാക്കുകൾ, അമ്മ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഒന്നും കലത്തിലില്ല, പക്ഷേ അമ്മയ്ക്ക് കർത്താവ് ഒരു കാര്യം തന്നു, അത് നിങ്ങൾക്ക് തരാം. അതൊരു പാട്ടാണ്. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമതേന്തി, പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും, അനന്ത സന്തോഷമുണ്ടൊടുവിൽ.
പോയിടാം സുവിശേഷം പോതിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ഭക്തന്മാരായ ആളുകൾ, സാധു കൊച്ചുഞ്ഞുപദേശി, എത്രയോ ഗാനങ്ങൾ ആ മഹാനായ മനുഷ്യനിലൂടെ ദൈവം നൽകിയിട്ടുണ്ട്. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി, അദ്ദേഹം ഒരിക്കൽ സുവിശേഷം പങ്കുവെച്ച് കടത്തുവെള്ളത്തിൽ ഇക്കരെ വരാൻ ശ്രമിച്ചപ്പോൾ ഉപദേശിയെ കണ്ടിട്ട് ആളുകൾക്ക് ഉപദേശി ഒന്ന് വിരട്ടാൻ ആഗ്രഹിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വള്ളക്കാരനോട് കണ്ണ് കാണിച്ചു, മേലൊഴുക്കിന്റെ ഭാഗം വരുമ്പോൾ വള്ളത്തിന്റെ തുഴക്കമ്പ് കണക്ക് വെക്കാനായിട്ട്, എന്ന് പറഞ്ഞാൽ ഉടക്കാൻ വേണ്ടി. അപ്പൊ വള്ളം കറങ്ങും. അപ്പൊ ഭയങ്കര കുത്തൊഴുക്കിന്റെ സമയമാണ്. അപ്പൊ ഉപദേശിയെ വരട്ടാൻ വേണ്ടി തുഴക്കമ്പ് താത്തിട്ട് കുറുക്ക് വെച്ചപ്പോൾ വള്ളം കറങ്ങിയ കൂട്ടത്തിൽ തുഴയുന്ന ആളുടെ കയ്യിൽ നിന്ന് തുഴക്കമ്പ് വെള്ളത്തിൽ പോയി. അപ്പൊ എല്ലാരും കറങ്ങി. അപ്പോൾ ഇനി രക്ഷ ഉപദേശി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദൈവദാസന്റെ അരികിൽ വന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ഉപദേശി പ്രാർത്ഥിക്കാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഉപദേശി മാപ്പ്, ക്ഷമിക്കണം ക്ഷമിക്കണം. ഉപദേശി പ്രാർത്ഥിച്ചില്ലേ നമ്മളെല്ലാം പോകും. അപ്പോൾ അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം കരഞ്ഞ് ആ വള്ളത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആത്മാവിൽ നിറഞ്ഞ് പാടിയതാണ്, ഈ വാരിതിയിൻ വന്തിരയിൻ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ, ഗാനം പാടി ഞാൻ നാട്ടിൽ എത്തുമേ, ഗാനം പാടി ഞാൻ നാട്ടിൽ എത്തുമേ, വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. അപ്പോൾ പ്രതിസന്ധികളിലൂടെ ഭക്തന്മാര് കടന്നു പോയപ്പോഴാണ് ആ ഗാനം വന്നത്. അപ്പൊ അവരിൽ ദൈവം കൊടുത്ത താലന്താണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വൈദികൻ തനിക്ക് തിരുവെഴുത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ ചട്ടക്കൂടിനപ്പുറത്തൊരു ആത്മീയ കാര്യമുണ്ടെന്നും രാജകീയ പുരോഹിത വർഗമാണെന്നും ഒക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ താനെ സ്നാനമേറ്റു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ഇതറിഞ്ഞ് ഇടവകയിൽ പ്രശ്നമായി, അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ഇടവക വിടേണ്ടി വന്നു. അന്നത്തെ കാലത്ത് ഒരു ഫിയറ്റ് കാറിൽ തൻ്റെ അത്യാവശ്യ സാധനങ്ങളെല്ലാം പറക്കിയിട്ട് ഭാര്യയും കുഞ്ഞുമായിട്ട് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ ചോദിച്ചു, ഇനി അച്ഛൻ എന്നാ ചെയ്യും, ഇനി എങ്ങനെ ജീവിക്കും, എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ താനെ നടുറോഡിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നോക്കി കരയാൻ തുടങ്ങി. എന്നെ വിളിച്ചത് മനുഷ്യനല്ല, ദൈവമാണ്. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് താനെ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ താനെ ആത്മാവിൽ ദൈവം നിറയ്ക്കുക മാത്രമല്ല, പുതിയ ഗാനം കൊടുപ്പാനിടയായിട്ട്. അപ്പോൾ അദ്ദേഹം പാടിയത് എങ്ങനെയാണ്, എങ്ങു ഞാൻ പോകും എന്നറിയാതെ തൻ വിളി കേട്ടു പോകുന്നു ഞാൻ, ഇന്നിനി ഏതു ഖേദം വന്നാലും പിന്തിരിയില്ല പോകുന്നു ഞാൻ, ഇന്നിനി ഏതു ഖേദം വന്നാലും പിന്തിരിയില്ല പോകുന്നു ഞാൻ. വീണ്ടും അദ്ദേഹം പാടുകയാണ്, കണ്ണുനീർ തോരും നിന്നകൾ തീരും വിണ്ണീലൻ വീട്ടിൽ ചെന്നു ചേരും, എണ്ണിക്കൂടാത്ത ശുദ്ധരുത്തേശു സന്നിധിയിൽ ഞാൻ വാഴും അങ്ങ്, എണ്ണിക്കൂടാത്ത ശുദ്ധരുത്തേശു സന്നിധിയിൽ ഞാൻ വാഴും അങ്ങ്. തൻ്റെ മുമ്പിലുള്ള ചെങ്കടലും യോർദാനുമൊക്കെ വറ്റിപ്പോകുമെന്ന് തൻ്റെ ഉള്ളത്തൂടെ വചനം ഇടപെടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ യാത്രാമധ്യേ വണ്ടിയുടെ എണ്ണ തീർന്നു പോയി.
അപ്പൊ താനിങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് വീണ്ടും പാടുകയാണ്. ചെങ്കടൽ യോർദാൻ വറ്റിപ്പോം എല്ലാ വന്യരിഹോ മതിൽ തകരും. ചെങ്കടൽ യോർദാൻ വറ്റിപ്പോം എല്ലാ വന്യരിഹോ മതിൽ തകരും. വിശ്വാസയാത്രയെ വിലക്കാൻ ഈ വിശ്വത്തിനൊന്നും ശക്തമല്ല. വിശ്വാസയാത്രയെ വിലക്കാൻ വിശ്വത്തിനൊന്നും ശക്തമല്ല. വാഗ്ദത്ത നാട്ടിലൻ വിശ്രമമാം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാം. വാഗ്ദത്ത നാട്ടിലൻ വിശ്രമമാം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാം. ഒന്നിലുമേ മാനം തളരാതി മണ്ണിൽ ഞാൻ യാത്ര ചെയ്തിടുന്നു. ഒന്നിലുമേ മാനം തളരാതി മണ്ണിൽ ഞാൻ യാത്ര ചെയ്തിടുന്നു. ഇനി ഏതു ഖേദം വന്നാൽ പിന്തിരിയില്ല പോകുന്നു ഞാൻ. സഹോദരങ്ങളെ, ഇതൊക്കെ ഓരോ ഭക്തന്മാരുടെ ജീവിത അനുഭവമാണ്. ശ്രേഷ്ഠമായത് നിങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വിലപ്പെട്ടത് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ വില കൊടുക്കേണ്ടി വരും. വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാലേ തട്ടാൻ ഒരു ഉരുപ്പിടി കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. ചില സമയത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗാനങ്ങളുടെ വരികൾ നിങ്ങളുടെ മനസ്സിൽ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ ഓർത്തോണം, ആ ഒരു താലത്ത് നിങ്ങളുടെ മേലുണ്ട്. ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ തനിയെ ദൈവവചനം ധ്യാനിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ താലന്ത് ആഗ്രഹിച്ചാൽ കർത്താവ് തരും. ഞാൻ ഉറപ്പായി പറയുന്നു. അടുത്ത സാറ്റർഡേ ഇന്ന് ക്ലാസ് കേൾക്കുന്നവരോ ഇത് അപ്ലോഡ് ചെയ്തതിനു ശേഷം കേൾക്കുന്നവരോ ആയ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞതിൻ്റെ വചന വെളിച്ചത്തിൽ നിങ്ങൾ തിരുവചനം ധ്യാനിച്ച് നിങ്ങളോട് ഇടപെടുന്ന ആ വചനങ്ങൾ ധ്യാനിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവിടുമ്പോൾ, ആ ധ്യാനത്തിൽ തീ കത്തുമ്പോൾ നിങ്ങളുടെ നാവെടുത്ത് സംസാരിക്കുക മാത്രമല്ല, ആ ആത്മസന്തോഷത്തിൽ പുതിയ ഗാനങ്ങൾ, ഞാൻ പാട്ടുകൾ എഴുതിയതിനു ശേഷം ട്യൂൺ ചെയ്ത ഗാനങ്ങളില്ല. മിക്ക ഗാനങ്ങളും എൻ്റെ ജീവിതാനുഭവം പറയുന്നത് അന്യഭാഷകളിൽ പാടിയിട്ടാണ് എനിക്ക് ആദ്യം പാട്ടിന്റെ ട്യൂണ് കിട്ടുന്നത്. സ്തോത്രം. അന്യഭാഷകളിൽ അങ്ങ് പാടുകയാണ്. എന്തുവാ പാടുന്നതെന്നൊന്നും നമുക്കറിയത്തുമില്ല. പക്ഷേ അന്നേരം ഭയങ്കര സന്തോഷം, ഭയങ്കര ആശ്വാസം, മനസ്സിന് ഭയങ്കര കുളിർമ, ആ ദൈവത്തിന്റെ ഭയങ്കര പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നീടാണ് അതിന്റെ മലയാള വാക്കുകൾ പലപ്പോഴും എനിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പാട്ടുകൾ പലപ്പോഴും പാടുന്നവർക്ക് ആശ്വാസം. പാട്ടുകളൊന്നും എൻ്റെ അല്ല കേട്ടോ, പാട്ടൊക്കെ ദൈവം തരുന്നതാ സഹോദരങ്ങളെ. കാരണം താലന്ത് നമ്മുടെ അല്ലെങ്കിൽ പിന്നെ അതിലൂടെ പുറത്തു വരുന്നത് നമ്മുടെ അല്ലല്ലോ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിലെ പിതാവിൽ നിന്ന് വരുന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് വെറും മണ്ണാണ്, നമ്മളിൽ ഉള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് നന്മ ചെയ്താലും, എന്ത് കർത്താവിന്റെ മഹത്വത്തിനായി ചെയ്താലും അതെല്ലാം ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണമാണ്, ദൈവം തന്ന വരത്തിനൊത്തരമാണ്. അതിന്റെ എല്ലാ മഹത്വവും പൂഴ്ചയും കർത്താവിനും മാത്രമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്താണ് നിങ്ങളുടെ കഴിവ്, എന്താണ് നിങ്ങളുടെ താലന്ത്? ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കും, ചിലപ്പോൾ ട്രാക്ട് കൊടുക്കാനായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും, മറ്റുള്ളവരെ ചിലപ്പോൾ ആശ്വസിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ ആരും അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസനിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ട്. ഒരു ബൈബിൾ സ്കൂളിൽ 2 വേദ വിദ്യാർത്ഥികൾ ഒരുമിച്ച് പഠിച്ചു പോയി. ഒരാളുടെ ആഗ്രഹം പ്രാർത്ഥനയായിരുന്നു. അദ്ദേഹം പോയി പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു. മറ്റേയാളുടെ ആഗ്രഹം അറിയപ്പെടുന്ന പ്രഭാഷകനായി മാറണം എന്നുള്ളതായിരുന്നു. പക്ഷേ പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രേരണ കിട്ടിയ ആളിന്റെ ഉള്ളിലെ ആഗ്രഹം ഇതായിരുന്നു: എൻ്റെ സ്നേഹിതന് വേണ്ടി അന്ത്യത്തോളം പ്രാർത്ഥിക്കുക. സ്തോത്രം. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥനാ മുറിയിൽ കയറി തൻ്റെ സ്നേഹിതൻ ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു യോഗങ്ങളിൽ പ്രസംഗിച്ച് പ്രസംഗം ശക്തിപ്പെട്ടു. ആളുകളുടെ ഇടയിൽ ജനപ്രിയനായി മാറി. ആള് കൂടാൻ തുടങ്ങി.
പ്രധാനപ്പെട്ട യോഗങ്ങളിൽ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായ അവസരങ്ങളൊക്കെ ഉണ്ടായി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ തൻ്റെ സ്നേഹിതനുമായിട്ട് ബൈബിൾ സ്കൂളിൽ സമയം ചെലവിച്ച കാലങ്ങൾക്ക് ശേഷം പിന്നെ അദ്ദേഹത്തെ കാണാനോ ഒന്നും കഴിഞ്ഞില്ല. അപ്പൊ താൻ എപ്പോൾ പ്രസംഗിക്കാൻ കയറിയാലും ഭയങ്കര ശക്തിയോടെ പ്രസംഗിക്കുന്നത് തനിക്ക് അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട്. അപ്പൊ പലപ്പോഴും താൻ ചിന്തിച്ച്, ദൈവമേ, ഞാൻ അത്ര വലിയ പ്രാർത്ഥനാ മനുഷ്യനൊന്നുമല്ല, പക്ഷെ എൻ്റെ ഈ പ്രസംഗം ഇത്ര ശക്തമായി ജനങ്ങളോട് ഇടപെടത്തക്കവണ്ണം എന്താണിതെന്ന് പലപ്പോഴും തൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. മറ്റൊന്നുമല്ല, തന്നെ ഉപയോഗിക്കാൻ കൂടെ പഠിച്ചവൻ മുഴങ്കാലിലായിരുന്നു. പ്രസംഗിക്കുന്ന ആളോ അത് അറിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നാം ശോഭിക്കുന്നെങ്കിൽ, സ്തോത്രം. ഒരിക്കൽ ഒരു ആഫ്രിക്കയിലുള്ള ഒരു മാതാവ് എനിക്കൊരു മെയിൽ ഇട്ടു, പാസ്റ്റർ ഷാജി, എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും നിനക്ക് വേണ്ടി എപ്പോഴും ദൈവം നിന്നെ ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കും. ഞാൻ ഒത്തിരി കാര്യം കർത്താവേ. ഒരിക്കൽ ഡോക്ടർ ലൂയിസ് കുട്ടി സാറ്, ഞങ്ങൾ ബോംബെയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നു. അദ്ദേഹം ഇങ്ങനെ ചാപ്പലിൽ സംസാരിച്ചിട്ട് എന്നെ പരിചയപ്പെട്ടു. അന്ന് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലാണ്, ഉപദ്രവം സഹിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട കാലം. സ്തോത്രം. അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു ഒരു നല്ല ചുംബനമൊക്കെ തന്ന് എന്നെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. 25 വർഷത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പൊ ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഷാജി പാസ്റ്ററെ, ബോംബെയിൽ വെച്ച് കണ്ട ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, നീ ഓർമ്മയുള്ള കാലത്തോളം എൻ്റെ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നോട് പറയാ, 25 വർഷമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഷാജി പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കും. അയ്യോ, ഞാൻ ഒത്തിരി ദൈവസനെ സ്തുതിച്ചു. കർത്താവേ, അടിയനറിയാതെ എത്രയോ ജീവിതങ്ങളാണ് ഇഴയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ കൃപയാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മളൊക്കെ നിൽക്കാൻ കാരണം ദൈവം ആരെയൊക്കെയോ നമുക്ക് വേണ്ടി തട്ടി ഉണർത്തിയിട്ടുണ്ട്. ആ തട്ടി ഉണർത്തിയതിന്റെ കാരണമാണ് കേടുകൂടാതെ കൃപയാൽ നിലനിൽക്കുക. ഒരു ദിവസം ഈ ബൈബിൾ സ്കൂളിൽ പഠിച്ച ആ പ്രഭാഷകൻ പ്രസംഗിക്കുമ്പോൾ പൊടുന്നനെ തന്നെ ശക്തി ചോർന്നു പോകുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായെന്ന ഞാൻ മനസ്സിലാക്കിയത്. ഒടുവിൽ തൻ്റെ പിന്നീട് ശുശ്രൂഷകൾ വേണ്ടുവണ്ണം വിജയിക്കുന്നില്ല, മനസ്സിന് വല്ലാത്ത ഭാരം. അപ്പൊ താനെ തൻ്റെ ശുശ്രൂഷയിൽ ശക്തി കുറഞ്ഞ ശുശ്രൂഷയുടെ നടുവിൽ എന്തോ ഒരു ആത്മീയ ക്ഷീണം പോലെ തനിക്ക് ഭവിച്ചത് തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടു. പിന്നീട് ശുശ്രൂഷകൾ അങ്ങനെ ശോഭിക്കുന്നില്ല. ഒടുവിൽ താനിങ്ങനെ വളരെ നിരാശനായി. സ്തോത്രം. താനിങ്ങനെ പെതുക്കെ പല കാര്യങ്ങൾ ചിന്തിച്ചാലോചിച്ചപ്പോൾ ഓർമ്മയുണ്ട്, ബൈബിൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സ്നേഹിതന്റെ വീട് വരെ ഒന്ന് പോകാം, എന്താ ഇതിന് കാരണം എന്നറിയാൻ വേണ്ടി ആഗ്രഹിച്ചു. സ്തോത്രം. താൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് തൻ്റെ കൂട്ടുസ്നേഹിതൻ മരിച്ചുപോയി. തൻ്റെ ഭാര്യയോട് ക്ഷേമം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിയാണ്. തൻ്റെ പഴഞ്ചൻ ബുക്കുകളെല്ലാം എടുത്തു നോക്കിയപ്പോൾ ഓരോ ദിവസവും തൻ്റെ സ്നേഹിതൻ എത്ര മണിക്കൂർ ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ള ഡയറി കുറിപ്പാണ് കാണുന്നത്. താനെ മരിച്ച സമയം ചോദിച്ചപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താനെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോഴാണ് തനിക്ക് മനസ്സിലായത് തൻ്റെ വിജയത്തിന്റെ രഹസ്യം പിറകിൽ മുഴങ്കാലിരുന്ന എൻ്റെ സ്നേഹിതനായി. സ്തോത്രം. അദ്ദേഹത്തിന്റെ താലന്ത് അതായിരുന്നു. അത് താൻ വ്യാപാരം ചെയ്യും. ചിലപ്പോൾ നിങ്ങളെ പലരും അറിഞ്ഞില്ലെന്ന് വരും, പലരും നിങ്ങളെ കേട്ടില്ലെന്ന് വരും. പക്ഷേ ആരെക്കാളും നിങ്ങളെ അടുത്തറിയുന്ന കർത്താവ് നിങ്ങളുടെ ആ കൊച്ചുമുറിക്കകത്ത് കതവടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ സമയം ചെലവഴിക്കും. നിങ്ങൾ ദൈവത്തിന് അത്രയും പ്രിയമുള്ളവരായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ താലന്ത് തിരിച്ചറിയുക. അതൊരിക്കലും കുഴിച്ചിടരുത്. കർത്താവ് എനിക്ക് ഇത് തന്നുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അത് കുഴിച്ചിടരുത്. കാരണം ഇവൻ വിശ്വസ്തനല്ലായിരുന്നു, എന്നിട്ടും ഒരു താലന്ത് കൊടുത്തു. ബാക്കി രണ്ടുപേരോട് പറഞ്ഞത് എന്താണ്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ് പറഞ്ഞത്.
എന്നാൽ ഒരു താലന്ത് കൊടുത്തവൻ ആരായിരുന്നു? അവൻ ദുഷ്ടനായിരുന്നു, അവൻ മടിയനായിരുന്നു. മറ്റൊരു സുവിശേഷത്തിൽ വായിക്കുന്നത് അലസൻ എന്നായിരുന്നു. അപ്പൊ അലസനായിട്ടും ദുഷ്ടനായിട്ടും മടിയനായിട്ടും ഒരു താലന്ത് യജമാനൻ കൊടുത്തു. ഇന്ന് രാത്രിയിൽ എന്റെ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ താഴ്മയോട് ചോദ്യം ചോദിക്കട്ടെ. 2 താലന്തും 5 താലന്തും ലഭിച്ചവരുടെ കൂട്ടത്തിലാണോ ഞാൻ നിങ്ങളും, അതോ 1 താലന്ത് ലഭിച്ചവരുടെ കൂട്ടത്തിലാണോ? ദുഷ്ടനും മടിയനും അലസനുമായ ദാസന്റെ പേരിനാണോ നമ്മൾ യോഗ്യൻ, അതോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ? യജമാനൻ കൊടുക്കുമ്പോൾ യജമാനൻ അറിയാം ഇവൻ അല്പത്തിലാണേലും വിശ്വസ്തനാണ്. ഞാൻ പറയാറുണ്ട്, കർത്താവിന്റെ നാമത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു കരിയാപ്പലിക്ക് വരെ കണക്ക് കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്തോത്രം, സ്തോത്രം. കാരണം ദൈവം നമ്മുടെ വിശ്വസ്തത പരിശോധിക്കും. ഞാൻ ഒരിക്കൽ എൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, എൻ്റെ ഡയറിയിൽ ഇരിപ്പുണ്ട്, എൻ്റെ ഫയലിൽ ഇരിപ്പുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ അമേരിക്കയിലുള്ള ഒരു പ്രിയപ്പെട്ട വന്നു. അദ്ദേഹം വന്നിട്ട് പോകുന്നേരം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, 3 ചെക്ക് ഞാൻ തരുന്നുണ്ട്, അത് പാസ്റ്റർക്ക് എപ്പോൾ വേണമെങ്കിലും അത് ബാങ്കിൽ കൊടുത്തിട്ട് എമൗണ്ട് എഴുതി സൈൻ ചെയ്ത് തന്നിരിക്കുക. പക്ഷേ ചെക്ക് കിട്ടിയപ്പോൾ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു, ഒരു നാളും നീ ഇത് തൊട്ടേക്കണം. അങ്ങനെ 2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ 2 ദൈവം, സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് അവർ നിങ്ങളെ വാണിഭമാക്കും എന്ന് എഴുതിയിരിക്കുന്നത്? ദൈവം വിശ്വസ്തനാണ്. 40 വർഷം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഇസ്രായേൽ മക്കളെ അതിശയകരമായി നടത്തിയ ദൈവം നിങ്ങളെ നടത്തും. എൻ്റെ ഈ പിന്നിട്ട 4 പതിറ്റാണ്ട് എന്നെ നടത്തിയത് എൻ്റെ ദൈവം. 14 വാടക വീട്ടിൽ താമസിച്ചു. ദൈവം ചെറിയ കാര്യത്തിലും അതേ വലിയ കാര്യത്തിലും എല്ലാം എത്രയും വിശ്വസ്തനായിരുന്നു. ഒരു കാര്യത്തിന് പോലും എൻ്റെ ദൈവം എനിക്ക് കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ ദൈവസന്നിധിയിൽ എന്ത് കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിച്ചാലും അത് സമയം തെറ്റാതെ, നാഴിക തെറ്റാതെ, വിനാഴിക തെറ്റാതെ ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ കഴിവുകൊണ്ടല്ല ദൈവം പലതും നമ്മളെ ഏൽപ്പിച്ചത്. 1 താലന്ത് ലഭിച്ചവൻ ദുഷ്ടനായിരുന്നു, മടിയനായിരുന്നു, അലസനായിരുന്നു. എന്നിട്ട് 1 താലന്ത്. കാരണം അവന് ഇച്ചിരി അറിവുണ്ട്. എന്താ? യജമാനെ പണിയെടുക്കാതെ കൽപ്പിച്ചാൽ മതി, അന്നേരെ മുളച്ചു വരും, കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വലിയ അറിവും ഒന്നുമില്ലാത്ത ആളുകൾ, അവർക്ക് വിശ്വസ്തതയുണ്ടായി. ഫെയ്ത്ത്ഫുൾ, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവന്റ് എന്നാ വിളിച്ചിരിക്കുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നമ്മുടെ താലന്ത് ദൈവം തന്നതാണെന്നുള്ള ബോധ്യം വേണം. അത് വയസ്സാകുമ്പോൾ വ്യാപാരം ചെയ്യാനുള്ളതല്ല, സൗകര്യമുള്ളപ്പോൾ വ്യാപാരം ചെയ്യാനുള്ളതല്ല. പ്രത്യുത വെരി കെയർഫുൾ. ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് യജമാനൻ തിരിച്ചു ചോദിക്കും. ഒരുപക്ഷെ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് കരയാനുള്ള വരമായിരിക്കും. മരിച്ചുപോയ ഏഷ്യയിലെ ഏറ്റവും വലിയ സുവിശേഷകനായ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ട ആശാരി ഉപദേശി, TV ആശാരി ഉപദേശി വരുന്നു. ആശാരി പാടുന്ന ശോശാമയെന്നായിരുന്നു പണ്ടത്തെ പോസ്റ്ററുകൾ. കുറഞ്ഞത് 5000 പേര്, 4000 പേര്, 3000 പേര്, 10000 പേര് കൂടുന്ന മീറ്റിംഗ് ആയിരുന്നു. അസാധാരണമായി ദൈവം ഉപയോഗിച്ച മനുഷ്യൻ. യേശുയുടെ ഏലിയാവെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കൺവെൻഷനുകളിൽ 1000-2000 പേർക്ക് ആഹാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അങ്ങനെ ചെയ്യും. ചാക്കുംപടി അരി വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായ അമ്മച്ചിയെ ഒരിക്കൽ ഞാനിങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിക്ക് കർത്താവ് തന്നിരിക്കുന്ന എന്ത് വരമാ, എന്ത് താലന്ത് അമ്മച്ചിക്ക് തന്നിരിക്കും? എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ദൈവദാസനെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനുമാണ് എൻ്റെ താലന്ത്. എൻ്റെ പ്രിയപ്പെട്ടവൾക്കും ആ വരം പ്രാർത്ഥിക്കാനും
ദൈവമക്കളെ ശുശ്രൂഷിക്കാനും ഉള്ള വരമാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇതിൽ ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പലപ്പോഴും ഇവിടെ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഉറങ്ങുന്ന 2:30-3 മണിയാണ്. സ്തോത്രം. ചിലപ്പോൾ 2:30 അവൾ കിടക്കുന്നു. എന്നാലും 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിലിരിക്കും. ദൈവകൃപയാകട്ടോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ചിന്തയുടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ യജമാനൻ വരുമ്പോൾ കണക്ക് ചോദിക്കും. കണക്ക് ചോദിക്കുമ്പോൾ തന്നത് തിരിച്ചു മേടിക്കത്തില്ല. തന്നതല്ല കർത്താവിന് ആവശ്യം, വ്യാപാരം ചെയ്ത് നല്ല റിസൾട്ട് ആവശ്യം. അതിനർത്ഥം ഒരു താലന്ത് തിരിച്ചു മേടിക്കത്തില്ല എന്നുള്ള ആശയമല്ല അതിനകത്ത് വന്നത്. അവൻ നിന്റെ കയ്യിൽ തന്നത് വ്യാപാരം ചെയ്യാനാണ്. അഭിഷേകത്തിലൂടെ ലഭിച്ച കൃപകൾ, വരങ്ങൾ, കർത്താവ് വീണ്ടെടുത്തപ്പോൾ നിങ്ങളിൽ മാറ്റം വരുത്തിയ സ്വഭാവ രൂപീകരണത്തിൽ യേശുവിനെ കാണാൻ, യേശുവിനെ വായിക്കാൻ, യേശുവിന്റെ വെളിച്ചം പകരാൻ, യേശുവിന്റെ സുഗന്ധമായി മാറാൻ, കാരമുള്ള ഉപ്പായി മാറാൻ, ക്രിസ്തുവിന്റെ പത്രമായി മാറാൻ, സുഗന്ധമായി മാറാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മളിലൂടെ ജനം കർത്താവിനെ അറിയുന്നെങ്കിൽ നിങ്ങൾ താലന്ത് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരാൾക്ക് ആശ്വാസമായി തീരുന്നെങ്കിൽ താലന്ത് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരാളെ ആശ്വസിപ്പിക്കുന്നെങ്കിൽ താലന്ത് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റൊരാളെ ധൈര്യപ്പെടുത്തുന്നെങ്കിൽ താലന്ത് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചെങ്കിൽ താലന്ത് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നഗ്നനെ കണ്ടു, ഡ്രസ്സ് മേടിച്ചു കൊടുത്തോ, വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും മിഷൻ ഫീൽഡിലോ അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തോ കരുതിയോ, അത് താലന്ത് വ്യാപാരം ചെയ്തിരിക്കുക. ദാഹമുള്ളവനെ കുടിപ്പാൻ കൊടുത്തോ, താലന്ത് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രോഗികളെ സന്ദർശിക്കുന്നുണ്ടോ? സ്തോത്രം. കാശിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരായിട്ടല്ല ദൈവമക്കൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരുവനെ കൊടുക്കുന്നെങ്കിൽ, ശുശ്രൂഷിക്കുന്നെങ്കിൽ കർത്താവിനെന്ന പോലെ. ജയിലിൽ പോകുന്നുണ്ടോ? അവസരം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി പ്രസംഗിക്കാൻ പല പ്രാവശ്യം അവസരം തന്നു. സൗരങ്ങളെ, എന്താണ് നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കുന്ന വാതിൽ? നിങ്ങൾ ഇച്ഛിക്കുന്നതല്ലെങ്കിലും കൊട്ടാരക്കര സബ് ജയിലിൽ ഒരിക്കൽ ഞാൻ പോയി പ്രസംഗിക്കുമ്പോൾ ഒത്തിരി ആളുകൾ വേദപുസ്തകം ആവശ്യപ്പെട്ടു. സ്തോത്രം. അവർക്കെല്ലാം വചനം വേണമെന്നുള്ള ആഗ്രഹമായി. സൗരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തട്ടെ. നിങ്ങളിൽ ദൈവം തന്ന താലന്ത് എന്താണ്? അത് തിരിച്ചറിയുന്നു. അത് കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയാണ്. അത് നിങ്ങൾ വ്യാപാരം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ദൈവകരങ്ങളിൽ ശോഭിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇല്ലാത്തത് ഉണ്ടെന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമില്ലാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ പങ്കാളിത്തം വഹിക്കരുത്. നിങ്ങൾ ദൈവത്തിനെ പറയണം, എനിക്ക് ആ കഴിവ് ഇല്ല. സ്തോത്രം. എന്നാൽ പലർക്കും ഇല്ലാത്തത് ദൈവം നിങ്ങളിൽ നിറച്ചിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കണം. നിങ്ങൾ തന്നെ പ്രാർത്ഥനയിൽ അത് കണ്ടുപിടിക്കണം. ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി മഹിമകളുടെ സാക്ഷികളായി തീരാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. ഷാജി ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന അടിയങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും അടിയങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കർത്താവെ, ഇന്ന് രാത്രികാലം കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ പല ഇടങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഈ സമയം വരെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവിക വചനങ്ങൾക്കായി കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കർത്താവെ അവിടുത്തെ ദാസനെ കർത്താവെ കാത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് അവിടുന്ന് വിളിച്ചു വേർതിരിച്ച് കർത്താവെ അനേകർക്ക് കർത്താവെ ജീവനും ചൈതന്യവും പകരുവാൻ കർത്താവെ അനേകരെ മാർഗത്തിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക്, ജീവന്റെ പാതയിലേക്ക്, ക്രിസ്തുവിങ്കിലേക്ക് കർത്താവെ നടത്തുവാൻ തക്കവണ്ണം ദാസനെ ഈ ദിവസങ്ങളിൽ കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കർത്താവ് തന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ,
ആവശ്യമായ എല്ലാ ദൈവിക കൃപകളും ദൈവിക വരദാനങ്ങളും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹത്തിനും നിത്യജീവനും കാരണമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാറാകണമേ. താലന്തുകളെ എങ്ങനെ വ്യാപാരം ചെയ്യണമെന്നുള്ളത് കർത്താവെ അവിടുത്തെ ദാസന് കൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ കർത്താവെ ബുദ്ധിമോശം കൊണ്ടോ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലെ സമ്മർദ്ദം കൊണ്ടോ പലപ്പോഴും ഞങ്ങൾക്ക് ദൈവം തന്ന താലന്ത് ഞങ്ങൾ കർത്താവെ വീണ്ടും അത് ഉപയോഗിക്കുവാൻ കഴിയാതെ പോയ കുറവശങ്ങളൊക്കെ അടിയങ്ങളുടെ ജീവിതത്തിലുണ്ടത് അവിടുന്ന് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് കർത്താവെ യാതൊരു ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് പോലെ കർത്താവെ, താലന്ത് തന്ന യജമാനന് കർത്താവെ കൊള്ളാകുന്നവരായി അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവെ അടിയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ അത് ഏതെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ കർത്താവെ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ദൈവരാജ്യത്തിന്റെ കർത്താവെ അഭിവൃദ്ധിക്ക് കാരണമായി അടിയങ്ങളെ ഓരോരുത്തരെയും വരമേൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്യുവാൻ കർത്താവെ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടുത്തെ സത്യത്തിന്റെ ആത്മാവ് ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നെന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവെ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ലോകമോ അവനെ അറിഞ്ഞില്ല, എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവന് അധികാരം കൊടുത്തുവെന്ന് വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞങ്ങളെ വായിക്കുന്ന പോലെ കാലാകാലങ്ങളിൽ കർത്താവെ അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഈ സത്യമാർഗത്തിലേക്ക്, ജീവന്റെ മാർഗത്തിലേക്ക്, സത്യാരാധനയിലേക്ക് അവിടുന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. ഒരു കാലത്ത് ഞങ്ങൾ പാരമ്പര്യത്തിൽ അടിമനുഖത്തിൽ കുടുങ്ങിക്കിടന്നവരായിരുന്നു, പൗരോഹിത്യ ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയവരായിരുന്നു. എന്നാൽ കർത്താവിന്റെ ആത്മാവ് അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവെ മുന്നമേ ലോകസ്ഥാപനത്തിന് മുന്നമേ കണ്ട് അവിടുന്ന് ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനേക ജീവിതങ്ങൾ ഈ സത്യമാർഗം സത്യസുവിശേഷം അറിഞ്ഞിട്ടും കർത്താവെ അത് അവഗണിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ച വെളിച്ചം അനേകർക്ക് കർത്താവെ പകർന്നു കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ വചനത്തിൽ അവിടുന്ന് ഉറപ്പിക്കണമേ. ക്രിസ്തുവിന്റെ നല്ല ഭടന്മാരായി അന്ത്യം വരെയും കർത്താവെ അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായും ഉത്തമ സാക്ഷികളായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. മഹത്വമാനം അങ്ങ് എടുക്കണമേ. യേശുക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്ന പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. സന്തോഷ് മാത്യു ബ്രദർ 2 കൊരിന്തി 13-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാട്ടെ. 2 കൊരിന്തി 13-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വാത്സല്യ സന്തോഷ് മാത്യു ബ്രദർ ആദ്യമായിട്ടാണ് ആശീർവാദം പറയുന്നത്. പൊതുവായിട്ട് കർത്താവ് പ്രിയപ്പെട്ടവരെ വരും ദിവസങ്ങൾ ഉപയോഗിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു എവരി വൺ. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്താട്ടെ. നമ്മുടെ പ്രേറ്റവറിനെ ഓർത്ത് കണ്ടിന്യൂ പ്രാർത്ഥിക്കണം. നമുക്കിനി 4 months-നകമാണ് സെക്കൻഡ് വീണ്ടും കൊടുക്കാനുള്ളത്. പ്രത്യേകം പ്രാർത്ഥനയിൽ നോക്കുക. ഗോഡ് ബ്ലസ് യു എവരി വൺ. Amen. Thank you, Pastor. Amen. Thanks, Pastor. God bless you.